കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കഴിഞ്ഞ 2-3 ദിവസം നമ്മുടെ പ്രഭാത പ്രാർത്ഥന നടത്തുവാനായിട്ട് സാധിച്ചില്ല. ശാരീരികമായി ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുകയായിരുന്നു. തൊണ്ടയ്ക്ക് വേദനയായിട്ട് ഞാൻ ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം പ്രിയ പൈതൽ പ്രഭാത പ്രാർത്ഥന നയിപ്പാനിടയായി തീർന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ വേളയിൽ എന്നെ ഓർത്തതിന് നന്ദിയുണ്ട്. അനേകർ വിളിച്ച് ക്ഷേമങ്ങൾ അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയെ തീർന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി ഈ ധരണത്തിൽ അറിയിക്കുന്നു. വിശേഷാൽ ഈ പ്രഭാതത്തിൽ വളരെ സൗഖ്യത്തോടെ ആശ്വാസത്തോടെ എഴുന്നേറ്റ് കർത്താവിനെ പാടുവാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവമൊരുക്കുന്ന നല്ല അവസരത്തിനായ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളും ഭാരങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മെ സൗഖ്യമാക്കുന്നവൻ നമ്മുടെ യഹോവ മാത്രമാണ്. അവരിൽ നമുക്ക് ആശ്രയിക്കാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സൗഖ്യമാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ. മാത്രമല്ല, ഈ പ്രോഗ്രാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അത് ഈ ശുശ്രൂഷയ്ക്കൊരു അനുഗ്രഹമാണ്. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പ്രഭാത പ്രാർത്ഥന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകർ അത് വിളിച്ച് അറിയിക്കുവാനിടയെ തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം നൽകി തരട്ടെ. നമ്മുടെ നീറുന്ന വിഷയങ്ങൾക്ക്, രോഗങ്ങൾക്ക് സൗഖ്യം ദൈവം നൽകി തരട്ടെ. മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സൗഖ്യം, വിടുതലും ആശ്വാസവും ഒക്കെ ദൈവം നൽകി തരട്ടെ എന്ന് ഈ ധരണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ചില ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. പ്രിയമുള്ളവരെ, അവനാണ് നമ്മുടെ സമ്പത്ത്, അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. ലോകത്തിൽ എല്ലാം നമുക്ക് നഷ്ടമാകലും ലോകക്കാർ നമ്മളെ നിത്യം ദുഷിച്ചാലും ഒരുവിൽ മാത്രം നമുക്ക് ആശ്രയിപ്പാനുള്ളൂ. നാം ആരാധിക്കുന്ന നമ്മുടെ ക്രിസ്തുവിൽ മാത്രം നമുക്ക് ചാരാം. അവൻ ഒരിക്കലും നമ്മെ കൈവിടുന്ന ദൈവമല്ല. അവൻ നമ്മെ ഉപേക്ഷിച്ചിട്ടും വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ആ ബലവാനായ ദൈവത്തിൽ ആശ്രയിക്കാം. ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാരാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നതും. നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നതും. നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. എന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. എന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും. ലോകക്കാർ നിത്യം
ദുഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാം പാടി ആരാധിച്ചതുപോലെ നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ട് അടിയങ്ങളെങ്ങ് പോയി വസിക്കും. ഹല്ലേലൂയ. നിത്യജീവന്റെ മൊഴികൾ നാം ആരാധിക്കുന്ന ക്രിസ്തുവിൽ മാത്രമാണ്. അവൻ്റെ സന്നിധി വിട്ടെങ്ങും പോകാൻ നമുക്ക് സാധ്യമല്ല. നമ്മെ ആശ്വസിപ്പിക്കുന്ന മൊഴികൾ, നമുക്ക് സമാധാനം നൽകി തരുന്ന മൊഴികൾ ക്രിസ്തുവിൻ്റെ മൊഴികൾ മാത്രമാണ്. ആ മൊഴികളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ചാരാം, അഭയം ചേരാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്വർഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. നീ ഞങ്ങളുടെ സങ്കേതമായി, ബലമായി, കോട്ടയായി ഞങ്ങളോട് കൂടിയിരിക്കുന്ന സ്നേഹത്തിനായ സ്തോത്രം. കഴിഞ്ഞ രാത്രി കണ്ടവർ പലരും കർത്താവെ പ്രഭാതയാമം കാണാതെ അവർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ, അവിടെ ഉറക്കം മരണമായി പോയപ്പോൾ, മരണത്തിൻ്റെ കരാളഹസ്തങ്ങൾ അവരെ കാർന്നു തിന്നപ്പോൾ, അവരെ പിടിച്ചപ്പോൾ, ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന സന്തോഷത്തിനായി, സമാധാനത്തിനായി, ആരോഗ്യത്തിനായി, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഇന്ന് പകലിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കുറവുകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ. ഞങ്ങളുടെ ദേശത്തെ ദേശനിവാസികളെ, വയൽഭവനങ്ങളൊക്കെ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ യാത്രകളിൽ, പ്രവർത്തന മേഖലകളിൽ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്ന ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ വാഹനങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമെന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ നേരോടെ വിശ്വസ്തയോടെ നിൻ്റെ സ്ഥലിൽ ജീവിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ തരണമേ. ഞങ്ങളുടെ ബന്ധുപത്രാദികളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ എല്ലാവരെയും വിടുവിച്ച് സംരക്ഷിക്കണമെന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. അവർക്ക് കർത്താവെ ആയുസ്സും ആരോഗ്യം ദൈവപൂർവ്വയും അവരുടെ മേൽ പകരണമേ. കർത്താവ് എല്ലാവരും എക്സാം കഴിഞ്ഞ് കർത്താവ് നല്ല റിസൾട്ടൊക്കെ അവർക്ക് ലഭിക്കാനിടയായി തീർന്നല്ലോ. അവർക്ക് കൊടുത്ത സന്തോഷത്തിനായി, വിജയത്തിനായി സ്തോത്രം. പ്രാർത്ഥിച്ച സകല കുഞ്ഞുങ്ങളെയും ദൈവം കർത്താവെ ഹല്ലേലൂയ മാനിച്ചതിനായ സ്തോത്രം. കൊടുത്ത വിജയങ്ങൾക്കായ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ഭാവി അവർക്ക് ധന്യകരമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹോസ്റ്റലിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവിടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം സഹായിക്കണമേ. ഉപരിപഠനത്തിനായി കർത്താവ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. രക്തക്കോട്ടയിൽ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിച്ച് മറയ്ക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരോട് ദൈവത്തിൻ്റെ മനസ്സിലിവ് കാണിക്കണമേ. വിശേഷാൽ കർത്താവെ പ്രകൃതിക്ഷോഭത്താൽ പലരും കർത്താവ് ഭാരപ്പെടുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ അവർ കർത്താവെ ഹല്ലേലൂയ
ദൈവമേ അവർ കർത്താവെ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവിടെ കൂടെ ഇരിക്കണമേ. അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തും കർത്താവായിരിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹിതരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാഹനം ഓടിക്കുന്നവരുണ്ട്, മറ്റ് ജോലി ചെയ്യുന്നവർ, ഓഫീസ് ജോലി ചെയ്യുന്നവർ ഉണ്ട് കർത്താവെ, ശുശ്രൂഷകൾക്കായി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന അടിൻ്റെ സ്നേഹിതരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോടൊക്കെ ദൈവം മനസ്സലിവ് കാണിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകലിൽ എല്ലാവരിലും വലിയ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്തോത്രം, അവരെയും ദൈവം അനുഗ്രഹിക്കണമേ. നല്ല പ്രോഗ്രാമുകൾ, നല്ല മീറ്റിങ്ങുകളൊക്കെ അവർക്ക് ദൈവം കൊടുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥന ഉപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. രോഗികളായി ഭാരപ്പെടുന്നവർ, മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഭവനമില്ലാത്തവർ, വാഹനമില്ലാത്തവർ കർത്താവെ, കടഭാരത്താൽ അങ്ങനെ കർത്താവ് വിവിധ വിഷയങ്ങളിലൂടെ കർത്താവ് മാനസികമായ ബദ്ധകൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അവരോടൊക്കെ മനസ്സലിവ് കാണിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. സൗഖ്യവും വിടുതലും ആശ്വാസവും ഒക്കെ ദൈവം പകരണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖാന്തരം നിരാശയോടും ദുഃഖത്തോടുമായിരിക്കുന്ന അനേക കുടുംബങ്ങൾ, വ്യക്തികളിൽ ഉണ്ട് കർത്താവെ. അവർക്കൊക്കെ ആശ്വാസം, വിടുതലും സൗഖ്യം ദൈവം പ്രദാനം ചെയ്യണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ എല്ലാ വിഷയങ്ങളെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം സകലത്തിൽ മേലും പരിഹാരം, ആശ്വാസം നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.